ആരാധകരുടെ പ്രതീക്ഷ ഒരു ടെക്നിക്കൽ ബേസ് പടം അടിപൊളിയായിട്ടുണ്ട്. ക്യാമറയും അതായത് എഡിറ്റിങ്ങും എല്ലാം, മണിരത്നത്തിന്റെ മ്യൂസിക്, നമ്മുടെ ഏറമണി മ്യൂസിക് എല്ലാം അടിപൊളി. പക്ഷേ നായകനായിട്ട് നമ്മളൊരു കമ്പയറിംഗ് വരുമല്ലോ, നായകൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പടങ്ങൾ, ക്ലാസ് പടങ്ങളാണ്. അതുമായിട്ട് കമ്പയർ ചെയ്താൽ അത്ര പോരാ. പ്രതീക്ഷക്കൊത്ത് വന്നില്ലെന്നാണ് പറയുന്നത്. വന്നില്ല, അത്ര വന്നിട്ടില്ല പടം. നമ്മൾ നായകൻ ഭയങ്കരമായിട്ട് വന്നു ആ ഒരു ഭൂമിയൊക്കെ വന്നിട്ടില്ല കേട്ടോ. 3-4 വർഷത്തെ ഒരു കാത്തിരിപ്പായിരുന്നല്ലോ പടത്തിന്. അതാണ് ആ ഒരു ഇതിൽ വന്നിട്ടില്ല. ഒരു നായകനെ വെച്ച് കമ്പയർ ചെയ്യരുത്, അല്ലാതെ ടെക്നിക്കൽ ബേസ്ഡായിട്ട് വന്നാൽ നമുക്ക് കുഴപ്പമില്ല, നല്ല അങ്ങനെ കാണാം. പ്രേക്ഷകർക്ക് ടെക്നിക്കൽ വശമൊന്നും അറിയത്തില്ലല്ലോ. അതാണ് ഒരു പ്രശ്നം. എല്ലാവരും പഴയ നായകനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പടം ഒന്നുമില്ല, ആ ഒരു ഇത് പറയാനില്ല കേട്ടോ. എങ്ങനെയുണ്ട് ഇതിൽ നമുക്ക് ജോജി ചേട്ടൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഓക്കെ, ഇത്രയും വർഷത്തെ കാത്തിരിപ്പാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. കമലഹാസൻ ആരാധകർ, അതുപോലെ തന്നെ ജോജി ഫാൻസ് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ പ്രേക്ഷകർക്ക്, അതായത് പ്രേക്ഷകരുടെ കാത്തിരിപ്പ് സഫലമായോ അതോ അങ്ങനെ? എനിക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. ബാക്കി എല്ലാവർക്കും ഓരോരോ ഒപ്പീനിയനാണ്. എനിക്ക് ഇഷ്ടമായി, നല്ല നല്ല പടമാണ്. ഓക്കെ, തൃശ്ശയുടെ അഭിനയം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയായിരുന്നു. ഓക്കെ, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആരാധകരുടെ പ്രതീക്ഷക്കൊത്ത് വന്നിട്ടുണ്ടോ മൂവി? ട്രെയിലർ കാണിച്ച പോലെ തന്നെ ഉണ്ട് സിനിമ. അല്ലാതെ അതിനപ്പുറം എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഭയങ്കര ഒരു സർപ്രൈസ് ഫാക്ടേഴ്സ് അതിലൊന്നുമില്ല, കണ്ടിരിക്കാമെന്ന് മാത്രം. ജോജി ചേട്ടൻ്റെ അഭിനയം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. പുള്ളി ആ ഒരു ക്ലച്ചാണ്, പുള്ളിയുടെ ഒരു സ്ഥിരം സംഭവം ഉണ്ടല്ലോ, അത് മീറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് തന്നെ വിചാരിച്ച സ്ക്രീൻ പ്രസൻസ് കിട്ടില്ലെന്ന് തോന്നിപ്പോയി. കാര്യം പുള്ളിയുടെ ഒരു ഓറയ്ക്കനുസരിച്ചുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. നന്നായിട്ടുണ്ട്. ഓക്കെ, തൃശ്ശയുടെ അഭിനയം? തൃശ്ശ നന്നായിട്ടുണ്ട്. തൃശ്ശ ഒരു എന്താ പറയുക, ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, സൂപ്പറാണ്. ഇതൊരു കമലഹാസൻ കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. ആക്ഷൻ സീക്വൻസ് അടിപൊളിയാണ്, സിംബു ആക്ടിങ് അടിപൊളിയാണ്. സിംബുക്ക് ഒരു കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ജോർജിൻ്റെ റിയാക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് അടിപൊളിയാണ്, പക്ഷെ എന്നാലും കുറേ പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയായിരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പതിവ് ഒരു മണിരത്നം സിനിമയുടെ ആ ഒരു പാറ്റേൺ തന്നെ ആയിരുന്നോ? പതിവായിട്ട് മണിരത്നം അതാണ് ചെക്കച്ചിവന്തമാനം പോലെയാണ്. പക്ഷേ ഫ്രെയിമൊക്കെ അടിപൊളിയാ, പിന്നെ ബോറടിക്കൂല. ഓക്കെ, എന്റർടൈൻമെന്റ് ആണ്. സിംബുവിന്റെ അഭിനയം എങ്ങനെയുണ്ട്? സിംബുവിന്റെ അഭിനയം അടിപൊളിയാണ്. ദൃശ്യം അഭിനയം അടിപൊളിയാണ്. എല്ലാവരും അഭിനയം നന്നായിട്ട്. ആറും ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് എങ്ങനെയുണ്ട്? ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇന്ത്യൻ 2ന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനേക്കാൾ അടിപൊളിയാണ്. ഓക്കെ, ഇത് കുറച്ച് നല്ല കേട്ടിരിക്കാൻ നല്ല അടിപൊളിയാണ്. നല്ല പഞ്ചുണ്ടായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. എല്ലാവിധ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മൂവിയാണോ? അധികം വയലൻസ് ഇല്ല, എന്നാലും നല്ലൊരു ആക്ഷൻ കഥയുണ്ട്. ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന മൂവിയാണോ? നല്ല കഥയുണ്ട്. ഓക്കെ, നല്ല മനസ്സിലാകത്തൊന്നുമില്ല, നല്ല കഥ, അടിപൊളി പടം.